ഇപ്പോൾ കെ സി വേണുഗോപാൽ മാധ്യമങ്ങളോട് സംസാരിക്കും. എല്ലാത്തിനും ഉത്തരവുണ്ടാവും. ഞാൻ ഒരു കാര്യം വിനീതനായ ഞാൻ പറയട്ടെ, ബിനോയ് വിജയത്തോടും പറയട്ടെ, അദ്ദേഹത്തിന് എന്നെക്കുറിച്ച് നന്നായിട്ട് അറിയാം. ഒന്ന് മറുപടി അന്വേഷിച്ച് നോക്കട്ടെ അദ്ദേഹം എന്താണെന്ന്. 2004 ഞാൻ ദേവസ്വം മന്ത്രിയായിരുന്ന കാലത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ എന്തായിരുന്നു എൻ്റെ പ്രവർത്തനങ്ങളെന്ന് കേരള സമൂഹത്തിൻ്റെ മുന്നിൽ ഉണ്ടല്ലോ. അത് മുഖ്യമന്ത്രിയോ ബിനോയ് വിശ്വമോ ഒരു പ്രാവശ്യം വിചാരിച്ചാൽ മോശമാകാൻ പറ്റുമോ? 2004 മുതൽ ഒരു അന്വേഷണം കേസിൽ പോയല്ല. എനിക്കാ 2004 ഏത് കാലത്ത് അന്വേഷണം വന്നാൽ എനിക്കെന്തിനാ ഭയപ്പെട്ട കാര്യം? ഇതെന്തൊരു കഥയാണെന്ന്. ശബരിമലയിൽ കോടിക്കണക്കിന് ആളുകൾ വരുന്നില്ലേ? അപ്പോൾ ദേവസ്വം മന്ത്രിയായിരുന്ന ആൾ അതിന് മറുപടി പറയണമെന്നാണോ പറഞ്ഞത്? സത്യത്തിൽ SITന്റെ മുന്നിൽ കണക്കുണ്ട്. ഇത് കൃത്യമായ വിവരമുണ്ടല്ലോ. പോറ്റി അവിടെ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ തുടങ്ങുന്നത് എപ്പോഴാ? അത് SIT മുമ്പിലുണ്ട്. ഞാൻ മനസ്സിലാക്കിയത് 2007 ആരാധനം ഗവൺമെന്റ്. അപ്പൊ ഇതിപ്പോ വിശദമായിട്ട് ഇത് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഇത്രയേ ഉള്ളൂ. സ്വന്തം തടി കേടായപ്പോ ആ കേടായ തടിയും കൊണ്ട് മറ്റുള്ളവരെ ആരെങ്കിലും തടി കേടാക്കാൻ പറ്റുന്നൊരു വിഫല പരിശ്രമമാണ് അത്. ഞങ്ങൾക്ക് പൂർണ്ണ ഉറപ്പുണ്ട്. ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടാവേണ്ട കാര്യമില്ല എന്നുള്ള UDF ഇതിനകത്ത് കെട്ടിവെക്കാൻ ശ്രമിച്ചാൽ അത് വീണ്ടും അവർ വഷളാവത്തേ ഉള്ളൂ. ഓക്കെ, ഇത് രാഷ്ട്രീയം തന്നെയല്ലേ? ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സർക്കാർ സ്വമേധയാ അന്വേഷിച്ച കേസല്ലല്ലോ. നിങ്ങൾ എറണാകുളത്തെ പത്രപ്രവർത്തകർക്കെല്ലാം അറിയാം. ഹൈക്കോടതി മുൻകൈയെടുത്ത് അന്വേഷിച്ച ഒരു അന്വേഷണം. ഹൈക്കോടതി അന്വേഷിച്ചില്ലായിരുന്നെങ്കിൽ ഈ കേസ് ഇങ്ങനെ വരുത്തേയില്ലല്ലോ. അപ്പോൾ സർക്കാരിന് എന്തായിരുന്നു ആദ്യം മുതൽ ശ്രമം? രക്ഷപ്പെടുത്താൻ. കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ SIT അന്വേഷിക്കുമ്പം അവരുടെ നേതാക്കൾ ജയിലിലായി, പ്രതികളായി. ആ പ്രതികളായി നേതാക്കൾ ജയിലിലായപ്പോഴാണ് അവരുടെ ശ്രമം. എന്നാൽ ഇതിനകത്ത് ആരെങ്കിലും വേറെ കൂട്ടിക്കെട്ടാൻ നോക്കാൻ പറ്റുമോ എന്നുള്ള ശ്രമം. അത് രാഷ്ട്രീയം അല്ലെങ്കിൽ വേറെന്താണെന്ന് അതിനെന്താ സംശയം? അതുകൊണ്ടൊന്നും കാര്യമില്ല. യഥാർത്ഥ സ്ഥിതി മനസ്സിലാവുമല്ലോ. ഇതിപ്പോൾ കുറച്ച് ദിവസം ഇങ്ങനെ അങ്ങോട്ടൊക്കെ പറയാമെങ്കിലല്ലാതെ യഥാർത്ഥ സ്ഥിതി അദ്ദേഹത്തിനും അറിയാം, യഥാർത്ഥ സ്ഥിതി എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. ഇതുകൊണ്ടൊന്നും കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രക്ഷ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് അദ്ദേഹത്തിൻ്റെ വിഫല പരിശ്രമം മാത്രമേ ഉള്ളൂ. ആര് നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടോ? നന്ന് പറഞ്ഞു കൊടുത്ത് ഏത്? അല്ല, തീർച്ചയായിട്ടും ഇതിനകത്ത് എന്താ സംശയം? അല്ല, ഇനിയിപ്പോ ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങളിപ്പോ വിളിച്ചപ്പോ പോയില്ല അദ്ദേഹം. വിളിച്ച ഉടനെ അദ്ദേഹം പോയി. അന്വേഷിക്കട്ടെ. ദിവസമാണ് മുഖ്യമന്ത്രി പെട്ടെന്ന് KC വേണുഗോപാലിനെ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ കോൺഗ്രസിലൊരു ഭിന്നത കൂടി അദ്ദേഹത്തിന്റെ ലക്ഷ്യമാണെന്ന് കരുതുന്നുണ്ടോ? എനിക്ക് അദ്ദേഹത്തിന് അറ്റാക്കിന് ഒരു ഭയവുമില്ല. അദ്ദേഹം ഇതിനിടെ അറ്റാക്ക് ചെയ്തു. കേരളത്തിലെ MPമാർ കേന്ദ്രത്തിൽ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ട് എന്ന് പറയാൻ പറ്റുമോ? കേരളത്തിലെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നില്ല. ഞാൻ അദ്ദേഹത്തെ വിനീതമായിട്ടൊന്ന് വെല്ലുവിളിച്ചു. ഞാനും വരാം, നിങ്ങളും കൂടെ വാ. കേരളത്തിലെ MPമാർ കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞു കേട്ടു. കേരളത്തിലെ MPമാർ ചോദിക്കുന്ന ചോദ്യങ്ങൾ എടുത്ത് നോക്കിയാൽ അറിയാം. അവിടുത്തെ 0 അവർ എടുത്ത് നോക്കിയാൽ അറിയാം. ബില്ലുകൾ എടുത്ത് നോക്കിയാൽ അറിയാം. ചർച്ചകളിൽ പങ്കെടുക്കുന്ന സംസാരം നോക്കിയാൽ അറിയാം. കേരളത്തിൻ്റെ കാര്യം ഏറ്റവും ശക്തമായി ഉന്നയിക്കുന്ന UDF MPമാരെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഞാൻ പരസ്യമായിട്ട് പറഞ്ഞു നമുക്കൊരു സംവാദമാകാം. അദ്ദേഹം ആദ്യത്തെ ദിവസം പറഞ്ഞു സംവാദമാകാം. പിന്നെ അദ്ദേഹത്തിന് വീണ്ടും എഴുതി അങ്ങ് തീയതിയും ഡേറ്റ് നിശ്ചയിച്ച ബാക്കി എല്ലാം ക്യാൻസൽ ചെയ്തിട്ട് ഞാൻ വരാം. അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ലല്ലോ. മുഖ്യമന്ത്രിക്ക് ആർജവുണ്ടെങ്കിൽ ഒരു കാര്യം ഉന്നയിച്ചാൽ അതുമായില്ല തെളിവ്. ഞാൻ എൻ്റെ പേരല്ലല്ലോ പിന്നെ ഫോട്ടോ വന്നത്. ഞാൻ പിന്നെ ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന പടം ആരതാ വന്നത്? പിണറായി വിജയൻ്റെ പടമല്ലേ വന്നത്? ഇത് ആകെ മുങ്ങിക്കിടക്കുന്നവര്, സ്വർണ്ണക്കൊള്ളയിൽ ആകെ മുങ്ങിക്കിടക്കുന്നവര് അപ്പോൾ കൈ മുകളിലിട്ടിട്ട് അടിച്ചുകൊണ്ടിരിക്കുമ്പം നിലവിളിക്കില്ലേ? ആ നിലവിളിയാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി. ഓക്കെ, ബന്ധപ്പെട്ട് മതവർഗീയ രാഷ്ട്രം സ്ഥാപിക്കലല്ല അവരുടെ ലക്ഷ്യമെന്ന് സതീശൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സമസ്ത അവർക്കെതിരെ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. അവരങ്ങനെ തന്നെയാണ് അവരുടെ നിലപാടെന്നുള്ളത്. ഞാൻ സതീശൻ എന്താ പറഞ്ഞത്? സതീശൻ പറഞ്ഞു LDFന്റെ കാലഘട്ടത്തിൽ അവർ ഇത്തരം കാര്യങ്ങളിൽ പരസ്യമായി നിലപാടെടുത്തിരുന്ന കാലഘട്ടം. ഇസ്ലാമിക രാഷ്ട്രത്തിന് വേണ്ടി അവർ നിലകൊണ്ട കാലത്ത് പരസ്യമായിട്ട് അവരുമായിട്ട് മുന്നണി ഉണ്ടാക്കിയവരാണ് CPM. നിയമസഭയിൽ പ്രതികരണമാണ് വന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് UDF നേതാക്കളുടെ പേര് കൂടി
ചേർക്കാൻ കഴിയുമോ എന്ന വിഫല ശ്രമമാണ് ഉണ്ടാകുന്നതെന്നാണ് പ്രതികരണം. അതേ സമയത്ത് തന്നെയാണ് അടൂർ പ്രകാശിന്റെ മൊഴി SIT രേഖപ്പെടുത്തിയെന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി മാതൃഭൂമി ന്യൂസ് പ്രേക്ഷകരുമായി പങ്കുവച്ചത്.